എല്ലാവർക്കും നമസ്കാരം. GY MAT 101 മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ 100% ഷുവറാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അതിൽ പ്രധാനമായിട്ടും 3 ചോദ്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, എങ്കിലും സ്ഥിരമായിട്ടല്ല എക്സാമിന് ഒരു 3 ക്വസ്റ്റ്യനാണ് ഇങ്ങനെ മാറി മാറി ചോദിക്കുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ 3 ചോദ്യങ്ങൾ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം 100% എക്സാമിന് ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഡയഗണലൈസേഷൻ. അത് മിക്കവാറും ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചുള്ള ഡയഗണലൈസേഷൻ ആയിരിക്കും എക്സാമിന് ചോദിക്കുക. സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സ് ആയിരിക്കും തരുന്നുണ്ടാവുക. ഓക്കെ, ആ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ റാങ്ക് വെച്ചുകൊണ്ട് ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെയും എ മെട്രിക്സിൻ്റെ റാങ്ക് വെച്ചുകൊണ്ട് ആ റാങ്കിൻ്റെ കണ്ടീഷൻസ് വെച്ചുകൊണ്ടുള്ള കൺസിസ്റ്റൻസി റിലേറ്റഡ് ക്വസ്റ്റ്യൻ, അതായത് യുണീക്ക് സൊല്യൂഷൻ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, നോ സൊല്യൂഷൻ. അത് 100% ഒരു ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. സോ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ കവറപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ടും ക്ലിയർ ആയിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കണം. ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും പ്രയോജനപ്പെടട്ടെ. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കണേ, നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു 99% എക്സാമിന് ഈ ഒരു ചോദ്യം വരാനാണ് സാധ്യത. ഒറ്റയടിക്ക് ഒരു നല്ല സ്കോർ കൈ നിൽക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ഒരിക്കലും ഒഴിവാക്കരുത്. Solve y double dash plus y is equal to sec x using method of variation of parameter. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യാനുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അതിന് 1-2 സ്റ്റെപ്പുകളുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y is equal to c1y1 plus c2y2 എന്നുള്ള രീതിയിലുള്ള കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി റോൺസ്കിയൻ നിങ്ങൾ കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻറ്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്, നമ്മുടെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല -y1 ഇൻറ്റു ഇൻറ്റഗ്രൽ y2 ഇൻറ്റു r ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ w dx പ്ലസ് y2 ഇൻറ്റു ഇൻറ്റഗ്രൽ y1 ഇൻറ്റു r ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ w dx. ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫംഗ്ഷനാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, സീക്ക് എക്സ് ആണ് നമ്മുടെ ആർ ഓഫ് എക്സ്. ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫംഗ്ഷനാണ്. y1ഉം y2ഉം ബേസിസുകളാണ്. w എന്ന് പറഞ്ഞാൽ റോൺസ്കിയൻ ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫോർമുല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഫോർമുലയൊക്കെ കറക്റ്റായിട്ട് എഴുതണം. ഫോർമുലയ്ക്കൊക്കെ മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ. സോ ആദ്യമേ നമ്മുടെ ജോലി കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഓക്സിലറി ഇക്വേഷൻ എഴുതുക. ഓക്സിലറി ഇക്വേഷൻ y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ m², y എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ ടു 0. ദിസ് ഈസ് ദ ഓക്സിലറി ഇക്വേഷൻ. അവിടുന്ന് m² ഈക്വൽ ടു -1, m ഈസ് ഈക്വൽ ടു √(-1) എന്ന് പറഞ്ഞാൽ +or-i, അതായത് 0 +or-i എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് ഏത് ഫോർമുല? m1 +or-i m2. 0 +or-i1 എന്ന് എഴുതാം. അപ്പോൾ m1 എന്ന് പറഞ്ഞാൽ 0, m2 എന്ന് പറഞ്ഞാൽ 1. m1 +or-i m2 കോംപ്ലക്സ് റൂട്ട് ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എങ്ങനെ എഴുതണമെന്ന് പഠിച്ചിട്ടുള്ള കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ y is equal to e raised to m1x into c1 cos m2x plus c2 sin m2x. ഇതാണ് നമ്മൾ പഠിച്ചു വച്ചേക്കുന്ന ഇക്വേഷൻ. കോംപ്ലക്സ് റൂട്ട് ആണെങ്കിൽ ഇങ്ങനെ എഴുതണം. ഇനി റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ c1 e raised to m1x plus c2 e raised to m2x. ഈക്വൽ റൂട്ട് ആണെങ്കിൽ c1 plus c2x into e raised to mx. അങ്ങനെ 3 കേസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ m1 m2 നമ്മൾ വാല്യൂ കൊടുക്കുന്നു. e raised to 0x ഇൻറ്റു, ഇപ്പം നിങ്ങൾ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലൊക്കെ ആൽഫയും ബീറ്റയും വെച്ചിട്ടായിരിക്കും പഠിപ്പിച്ചേക്കുന്നത്. എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. m1ന് വരെ ആൽഫ, m2ന് വരെ ബീറ്റ. പ്രിസ്ക്രൈബ് ടെക്സ്റ്റിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ e raised to 0x ഇൻറ്റു c1 cos m2 എന്ന് പറഞ്ഞാൽ 1x എന്ന് പറഞ്ഞാൽ x വരും. c2 sin m2 എന്ന് പറഞ്ഞാൽ 1x എന്ന് പറഞ്ഞാൽ x വരും. ഓക്കെ, e raised to 0x 1 ആവും. ഇനി നമ്പർ raised to 0 1 ആയതുകൊണ്ട് ബാക്കി എന്ത് വരും? c1 cos x പ്ലസ് c2 sin x. ശരിയാണല്ലോ. ഐ എം കമ്പയറിംഗ് ദിസ് വിത്ത്
C1y1 പ്ലസ് C2y2. ഓക്കെ, ഇതാണ് നമ്മുടെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. ദിസ് ഈസ് അവർ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. ഇവിടുന്ന് നമുക്ക് എന്തെഴുതാം? y1 y2 എഴുതാം അല്ലേ? C1y1 പ്ലസ് C2y2 ആയിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഇവിടുന്ന് നമുക്ക് y1 y2 എഴുതാം. അപ്പോൾ നമ്മുടെ y1 എന്ന് പറഞ്ഞാൽ എന്താണോ? y1 എന്ന് പറഞ്ഞാൽ cos x ആണ്. y2 എന്ന് പറഞ്ഞാൽ എന്താണ്? sin x. ഉടനെ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ച് വെച്ചോണം? റോൺസ്കിയൻ കണ്ടുപിടിച്ചോണം. റോൺസ്കിയൻ ഉണ്ടെങ്കിൽ നമുക്ക് പർട്ടിക്കുലർ ഇൻ്റഗ്രലിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ റോൺസ്കിയൻ കണ്ടുപിടിച്ചേ. റോൺസ്കിയൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് y1 y1 ഡാഷ് y1 y2 y1 y2 y1 ഡാഷ് y2 ഡാഷ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് പറഞ്ഞ മക്കളെ y1ൻ്റെ വാല്യൂ cos x ആണ്, y2ൻ്റെ വാല്യൂ sin x ആണ്. ഓക്കെ, അത് ഞാനിവിടെ കൊടുക്കുന്നുണ്ടേ. നോക്കിക്കേ, y1ന് പകരം cos x, അതിൻ്റെ ഡെറിവേറ്റീവ് cos x ഡെറിവേറ്റീവ് മൈനസ് sin x നേരെ താഴെ എഴുതി. y2ന് പകരം sin x, അതിൻ്റെ ഡെറിവേറ്റീവ് cos x ഞാൻ നേരെ താഴെ എഴുതി. ഓക്കെ, ഇനി ഇവാലുവേറ്റ് ചെയ്യാമല്ലോ. cos x ഇൻറ്റു cos x മൈനസ് sin x ഇൻറ്റു sin x. cos x ഇൻറ്റു cos x cos സ്ക്വയർ x ആവും. മൈനസ് sin x ഇൻറ്റു sin x ഇൻറ്റു sin x എന്ന് പറഞ്ഞാൽ മൈനസ് sin സ്ക്വയർ x. ഇപ്പോൾ രണ്ട് മൈനസ് പ്ലസ് ആവും. cos സ്ക്വയർ x പ്ലസ് sin സ്ക്വയർ x 1 കിട്ടും. സോ അപ്പോൾ റോൺസ്കിയൻ എന്ത് കിട്ടി? 1 കിട്ടി. ഇനി വേണ്ട ആൾക്കാരൊക്കെ ഞാനൊന്ന് എടുത്തെഴുതുന്നുണ്ടേ. y1 എന്ന് പറഞ്ഞാൽ ഫോർമുല ഒന്ന് ആദ്യം എഴുതി വയ്ക്കാം. പെർട്ടിക്കുലർ ഇൻറ്റഗ്രലിൻ്റെ ഫോർമുല മൈനസ് y1 ഇൻറ്റു ഇൻറ്റഗ്രൽ y2 ഇൻറ്റു ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ w dx പ്ലസ് y2 ഇൻറ്റു ഇൻറ്റഗ്രൽ y1 ഇൻറ്റു ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ w dx. അതാണ് നമ്മുടെ ഫോർമുല. y1 എന്ന് പറയുന്നത് cos x, ആവശ്യമുള്ള എല്ലാം ഒന്ന് എഴുതി വെച്ചോളൂ. y2 എന്ന് പറയുന്നത് sin x, അത് ഞാൻ ആദ്യമേ എഴുതി വെച്ചു. ഇപ്പോൾ y1 y2 ആയി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? y1 ആയി y2 ആയി. പിന്നെ ആ ഫോർമുലയിൽ ആവശ്യമുള്ളത് ആർ ഓഫ് എക്സ്. ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ, അത് സീക്ക് എക്സ് ആണ്. ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണോ? സീക്ക് എക്സ്. എല്ലാവരും ആയോ? ഇല്ല, ഒരെണ്ണം കൂടെ ഉണ്ട്, റോൺസ്കിയൻ എത്ര കിട്ടി? നമുക്ക് 1 കിട്ടി. ഫോർമുല കൊടുക്കാനുള്ള എല്ലാവരും ആയിട്ടുണ്ട്. ഇനി കൊടുത്താൽ മതി. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് y1ന് പകരം cos x ഇൻറ്റു ഇൻറ്റഗ്രൽ y2ന് പകരം sin x ഇൻറ്റു ആർ ഓഫ് എക്സ്. ആർ ഓഫ് എക്സിന് പകരം സീക്ക് എക്സ് ഡിവൈഡഡ് ബൈ റോൺസ്കിയന് പകരം 1 dx പ്ലസ് y2 എന്ന് പറഞ്ഞാൽ sin x ഇൻറ്റു ഇൻറ്റഗ്രൽ y1 എന്ന് പറഞ്ഞാൽ cos x ഇൻറ്റു ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് ഡിവൈഡഡ് ബൈ റോൺസ്കിയൻ എന്ന് പറഞ്ഞാൽ 1 dx. ക്ലിയർ ആണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് cos x ഇൻറ്റു ഇൻറ്റഗ്രൽ sin x ഇൻറ്റു സീക്ക് എക്സിനെ 1 ബൈ cos x എന്ന് എഴുതാം. ഓക്കെ, dx പ്ലസ് sin x ഇൻറ്റു ഇൻറ്റഗ്രൽ cos x ഇൻറ്റു സീക്ക് എക്സിനെ 1 ബൈ cos x എന്ന് എഴുതാം dx. അപ്പോൾ ഇവിടെ ഒരു ലാഭം കിട്ടി, cos x കട്ടായി. ബാക്കി മൈനസ് cos x ഇൻറ്റു ഇൻറ്റഗ്രൽ sin x ബൈ cos x എന്ന് പറഞ്ഞാൽ tan x dx പ്ലസ് sin x ഇൻറ്റു ഇൻറ്റഗ്രൽ cos x പോയാൽ പിന്നെ 1 ഉള്ളൂ dx. ഓക്കെ, മൈനസ് cos x ഇൻറ്റു tan xൻ്റെ ഇൻറ്റഗ്രൽ ലോഗ് മോഡ് സീക്ക് എക്സ്. ഓക്കെ, ലോഗ് മോഡ് സീക്ക് എക്സ്, അതാണ് tan xൻ്റെ ഇൻറ്റഗ്രൽ. ശരിയാണല്ലോ? പ്ലസ് sin x ഇൻറ്റു 1ൻ്റെ ഇൻറ്റഗ്രൽ എന്ത് വരും? എക്സ്. ഓക്കെ, സോ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. മൈനസ് cos x ഇൻറ്റു ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു sin x. എക്സ് ഞാൻ ആദ്യം എഴുതി. സോ ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ. ഓക്കെ, അതായത് yp എന്ന് പറയുന്ന സാധനം. yc ആണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. ഇതാണ് നമ്മുടെ yc. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാനാ ചോദ്യം. സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ഫൈനൽ സൊല്യൂഷൻ y is equal to yc പ്ലസ് yp, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പെർട്ടിക്കുലർ ഇൻറ്റഗ്രൽ. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? c1 cos x പ്ലസ് c2 sin x, c1 cos x പ്ലസ് c2 sin x. പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ മൈനസ് cos x ഇൻറ്റു ലോഗ് മോഡ് സീക്ക് എക്സ്
പ്ലസ് എക്സ് ഇൻറ്റു സൈൻ എക്സ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. യെസ്, ഇനി ആ മൈനസ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ മൈനസ് വേണമെങ്കിൽ എൻ ലോഗെ വെച്ചിട്ട് ലോഗിൻ്റെ പവറിലേക്ക് വിടാം. സീക്ക് എക്സ് റൈസ് ടു -1 എന്ന് വരും. അത് 1 സീക്ക് എക്സ് കോസ് എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. മൈനസ് മാറ്റി പ്ലസ് ആക്കണം എന്നുണ്ടെങ്കിൽ കോസ് എക്സ് ഇൻറ്റു ലോഗ് കോസ് എക്സ് എന്ന് വേണമെങ്കിലും നമുക്ക് എഴുതാം. അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ വരെ എഴുതിയാലും നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഞാനത് എടുത്ത് പറഞ്ഞത് അങ്ങനെ ഒരു സിംപ്ലിഫിക്കേഷൻ കൂടെ ഉണ്ടെന്ന് പറയാൻ കാരണം ഗേറ്റ് എക്സാമിന് ഇതിൻ്റെ പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട് മുൻപ്. അപ്പം ഈ മൈനസ് മണ്ടയ്ക്കോട്ട് കൊടുത്ത് ലോഗ് സീക്ക് റൈസ് ടു -1 1 സീക്ക് കോസ്, അതായത് കോസ് എക്സ് ഇൻറ്റു ലോഗ് കോസ് എക്സ് പ്ലസ് എക്സ് സൈൻ എക്സ് എന്നായിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ഓപ്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ആ സ്റ്റെപ്പൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരുമായിരുന്നു. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഇത്ര എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒറ്റയടിക്ക് നല്ല മാർക്ക് കൈ നിൽക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, കളയല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. രണ്ടാമത്തെ ചോദ്യം, ഇതും സാധ്യതയുള്ളതാണ്. y ഡബിൾ ഡാഷ് പ്ലസ് y ഇസ് ഈക്വൽ ടു ടാൻ എക്സ് യൂസിങ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് പെട്ടെന്നാക്കുമല്ലോ മക്കളെ. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ m² + 1 = 0. അവിടുന്ന് m² = -1, m ഇസ് ഈക്വൽ ടു +or-i. ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ തൊട്ട് മുമ്പിലത്തെ ചോദ്യത്തിൽ പറഞ്ഞ സൊല്യൂഷൻ തന്നെ, y ഇസ് ഈക്വൽ ടു c1 cos x + c2 sin x. ഓക്കെ, അത് എഴുതാൻ അറിയാമല്ലോ. e റൈസ് ടു 0x ഇൻറ്റു c1 cos x + c2 sin x. ഇപ്പോൾ y1 എന്ന് പറഞ്ഞാൽ cos x, റോൺസ്കിയൻ വരെ എല്ലാം സെയിമാണ്. y2 എന്ന് പറഞ്ഞാൽ sin x, റോൺസ്കിയൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് y1 y1 ഡാഷ് y2 y2 ഡാഷ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് cos x, cos x in derivative minus sin x, sin x, sin x in derivative cos x. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ cos സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, cos സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ആവും 1 കിട്ടും. ഓക്കെ, അത്രയൊക്കെ ആയല്ലോ. ഇനി നമ്മുടെ ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഫംഗ്ഷൻ അത് ടാൻ എക്സ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. YC നമുക്ക് ആയിക്കഴിഞ്ഞു. YC കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ c1y1 + c2y2. ദിസ് ഈസ് ദ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. ഓക്കെ, ഇനി YP പർട്ടിക്കുലർ ഇൻറ്റഗ്രലും കൂടെ വേണം. പർട്ടിക്കുലർ ഇൻറ്റഗ്രലിൻ്റെ ഫോർമുല എഴുതി വയ്ക്കുക. പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ ഇസ് ഈക്വൽ ടു -y1 ഇൻറ്റു ഇൻറ്റഗ്രൽ y2 ഇൻറ്റു r(x) ഡിവൈഡഡ് ബൈ w dx പ്ലസ് y2 ഇൻറ്റു ഇൻറ്റഗ്രൽ y1 ഇൻറ്റു r(x) ഡിവൈഡഡ് ബൈ w dx. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ y1 എന്ന് പറഞ്ഞാൽ ഇവിടെ cos x ആണ്, y2 എന്ന് പറഞ്ഞാൽ അത് sin x ആണ്, r(x) എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഫംഗ്ഷൻ മാറിയിട്ടുണ്ട്, ഇപ്പോൾ അത് tan x ആക്കിയിട്ടുണ്ട്. റോൺസ്കിയൻ എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. ആവശ്യമുള്ള എല്ലാവരും ആയല്ലോ, ശരിയല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡ് ഫംഗ്ഷൻ tan x ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി പറഞ്ഞേ -y1 ഇൻറ്റു എന്ന് പറഞ്ഞാൽ cos x ഇൻറ്റു ഇൻറ്റഗ്രൽ y2 എന്ന് പറഞ്ഞാൽ sin x ഇൻറ്റു r(x) എന്ന് പറഞ്ഞാൽ tan x ഡിവൈഡഡ് ബൈ റോൺസ്കിയൻ എന്ന് പറഞ്ഞാൽ 1 dx പ്ലസ് y2 ഇൻറ്റു sin x ഇൻറ്റു ഇൻറ്റഗ്രൽ y1 എന്ന് പറഞ്ഞാൽ cos x ഇൻറ്റു r(x) എന്ന് പറഞ്ഞാൽ tan x ഡിവൈഡഡ് ബൈ റോൺസ്കിയൻ എന്ന് പറഞ്ഞാൽ 1 dx. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു -cos x ഇൻറ്റു ഇൻറ്റഗ്രൽ sin x ഇൻറ്റു tan x-ന് പകരം നമുക്ക് എങ്ങനെ കൊടുക്കാം, sin x ഡിവൈഡഡ് ബൈ cos x എന്ന് കൊടുക്കാം dx പ്ലസ് sin x ഇൻറ്റു ഇൻറ്റഗ്രൽ cos x ഇൻറ്റു tan x-ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, sin x ഡിവൈഡഡ് ബൈ cos x. ഓക്കെ ആണല്ലോ. സോ ഇവിടെ നമുക്ക് cos x കട്ട് ചെയ്യാം. ക്ലിയർ ആണേ? സോ ദിസ് ഈസ് ഈക്വൽ ടു -cos x ഇൻറ്റു ഇൻറ്റഗ്രൽ sin x ഇൻറ്റു sin x sin സ്ക്വയർ x വരും ഡിവൈഡഡ് ബൈ cos x dx പ്ലസ് sin x ഇൻറ്റു sin x-ൻ്റെ ഇൻറ്റഗ്രൽ -cos x. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു -cos x ഇൻറ്റു ഇൻറ്റഗ്രൽ sin സ്ക്വയർ എക്സിന് പകരം ഇത് കോസിലേക്ക് കൊണ്ടുവരണം. നമുക്കറിയാം sin സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 1 ആണ്. സോ അവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, sin സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 - cos സ്ക്വയർ എക്സ് ആണ്.
അത് നമ്മളിവിടെ കൊടുക്കും. സൈൻ സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. ഇനി സ്പ്ലിറ്റ് ചെയ്താൽ ഇത് പെട്ടെന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആവും സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ, ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുക, 1 ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് സീക്ക് എക്സ് ആവും, മൈനസ് കോസ് സ്ക്വയർ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് കോസ് എക്സ് ആവും. ഓക്കെ ആണല്ലോ. അത്രയും എന്താണ് ഡി എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ശരിയല്ലേ? സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1 ബൈ കോസ് എക്സ് സീക്ക് എക്സ് ആവും, കോസ് സ്ക്വയർ എക്സ് ബൈ കോസ് എക്സ് എന്നുള്ളത് കോസ് എക്സ് വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് ഇൻറ്റു സീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ശരിയാണല്ലോ. സീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് മൈനസ് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ മൈനസ് കോസ് എക്സ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. മൈനസ് കോസ് എക്സ് ഉള്ളിലേക്ക് വരുമ്പോൾ നോക്കണേ, മൈനസ് കോസ് എക്സ് ഉള്ളിലേക്ക് വരുമ്പോൾ മൈനസ് കോസ് എക്സ് ഇൻറ്റു ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് എന്ന് വരും. യെസ്, ഇപ്പുറത്തോട്ട് എഴുതാം കേട്ടോ. നോക്കണേ മക്കളെ, ആ മൈനസ് കോസ് എക്സ് ഉള്ളിലേക്ക് വരുമ്പോൾ എന്താണ് വരിക? മൈനസ് കോസ് എക്സ് ഇൻറ്റു ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് എന്ന് വരും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. മൈനസ് കോസ് എക്സ് ഇൻറ്റു ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു, ശ്രദ്ധിച്ചിരിക്കണേ, മൈനസ് കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്നത് പ്ലസ് സൈൻ എക്സ് കോസ് എക്സ് വരും അല്ലേ? പ്ലസ് സൈൻ എക്സ് കോസ് എക്സ്. ഓൾറെഡി അവിടെ ബാക്കി ആരുണ്ട്? ഓൾറെഡി അവിടെ ഒരു മൈനസ് സൈൻ എക്സ് കോസ് എക്സ് നിൽപ്പുണ്ട്. മൈനസ് സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, ഇനിയിപ്പോൾ എന്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം? ആ പ്ലസ് സൈൻ എക്സ് കോസ് എക്സും മൈനസ് സൈൻ എക്സ് കോസ് എക്സും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ. പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് കോസ് എക്സ് ഇൻറ്റു ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് സൊല്യൂഷൻ എഴുതണം? y എഴുതണം എന്നുണ്ടെങ്കിൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ ഇസ് ഈക്വൽ ടു, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്താണ്? c1 cos x പ്ലസ് c2 sin x. നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. c1 cos x പ്ലസ് c2 sin x. പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ മൈനസ് കോസ് എക്സ് ഇൻറ്റു ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യം. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ കുറേ കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതുകൊണ്ട് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. സോൾവ് ചെയ്യുമ്പോൾ എം ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ വൈ സി എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യനിലും സെയിം ആയിരുന്നു. c1 cos x പ്ലസ് c2 sin x. റോൺസ്കിയൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ മക്കളെ, കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. റോൺസ്കിയൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 കിട്ടും. ഓക്കെ, സോ y1 എന്ന് പറഞ്ഞാൽ cos x ആണ്, y2 എന്ന് പറഞ്ഞാൽ sin x. റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ മാറിയിട്ടുണ്ട്. r ഓഫ് x എന്തായിട്ട് മാറി? കൊസീക്ക് x ആയി. ഈ മൂന്ന് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇത് മൂന്ന് നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, നോക്കടാ. ഇനി പെർട്ടിക്കുലർ ഇൻറ്റഗ്രൽ വൈ പി എന്ന് പറയുന്നത് മൈനസ് y1 ഇൻറ്റു ഇൻറ്റഗ്രൽ y2 ഇൻറ്റു ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഡി എക്സ് പ്ലസ് y2 ഇൻറ്റു ഇൻറ്റഗ്രൽ y1 ഇൻറ്റു ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഡി എക്സ്. വാല്യൂസ് എല്ലാം കൊടുത്തേ. മൈനസ് y1 പകരം കോസ് എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ y2 പകരം സൈൻ എക്സ് ആർ ഓഫ് എക്സിന് പകരം കൊസീക്ക് എക്സ് ഡിവൈഡഡ് ബൈ റോൺസ്കിയൻ 1 ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ y2 പകരം സൈൻ എക്സ്
പ്ലസ് y2 ഇൻറ്റു ഇൻ്റഗ്രലാണ് പ്ലസ് y2ന് പകരം സൈൻ എക്സ് ഇൻ്റഗ്രൽ y1ന് പകരം കോസ് എക്സ് ആർ ഓഫ് എക്സിന് പകരം കൊസീക്ക് എക്സ് ഡിവൈഡഡ് ബൈ റോൺസ്കിയൻ 1 ഡി എക്സ്. ഓക്കെ ആണല്ലോ. സോ ഇതെന്താ വരുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു കൊസീക്ക് എക്സിനെ നമുക്ക് 1 ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. ശരിയല്ലേ? സൈൻ എക്സ് ഇൻറ്റു കൊസീക്ക് എക്സിനെ നമുക്ക് 1 ബൈ സൈൻ എക്സ് എന്ന് എഴുതാം ഡി എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എക്സ് ഇൻറ്റു കൊസീക്ക് എക്സിനെ നമുക്ക് 1 ബൈ സൈൻ എക്സ് എന്ന് എഴുതാം ഡി എക്സ്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഇവിടെ നമുക്ക് എന്ത് കട്ട് ചെയ്യാം? സൈൻ എക്സ് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. സോ മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 1 വരും. 1ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് ആണ്. ഓക്കെ. പ്ലസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോട്ട് എക്സ് വരും. കോട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ലോഗ് സൈൻ എക്സ് ആണ്. ശരിയാണല്ലോ? കോട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് സൈൻ, ഇൻ്റഗ്രൽ എല്ലാം അറിഞ്ഞിരിക്കണേ മക്കളെ. കോട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ലോഗ് സൈൻ എക്സ്. ഓക്കെ. സോ അതായത് മൈനസ് എക്സ് ആദ്യം എഴുതാം. എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് മോഡ് സൈൻ എക്സ്. ക്ലിയർ ആണോ നോക്കണേ? സോ ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ അല്ലേ? മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ഇതിൻ്റെ സൊല്യൂഷൻ എന്തോ വരുന്നത്? y ഈസ് ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി കിട്ടിയിരുന്നു. c1 cos x പ്ലസ് c2 sin x, c1 cos x പ്ലസ് c2 sin x. പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ചോദ്യം. ഓക്കെ. ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡയഗണലൈസ് ദ മെട്രിക്സ് ബൈ മീൻസ് ഓഫ് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് ചോദ്യം. ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡയഗണലൈസ് ചെയ്യണം. ഓക്കെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റയടിക്ക് ഒരു 9 മാർക്ക് കൈ നിൽക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് മിസ്സാക്കരുത്. സോ ഇപ്പം നോർമലി ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ സിമെട്രിക് മെട്രിക്സുകൾക്കാണ് ഉപയോഗിക്കുക. ഇപ്പം നോർമൽ മെട്രിക്സ്, സിമെട്രിക് അല്ലാത്ത മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ മോഡൽ മെട്രിക്സ് പി ആണെങ്കിൽ പി ഇൻവേഴ്സ് എ പി ആണ് നമ്മൾ ഡയഗണലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ അല്ലെ? പി ഇൻവേഴ്സ് എ പി ആണ്. ഓക്കെ. മോഡൽ മെട്രിക്സ് പി ആണെങ്കിൽ ഡയഗണലൈസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ പി ഇൻവേഴ്സ് എ പി ആണ്. ഇനി നമ്മൾ നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് ആണ് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കുക. അതായത് എന്താണ്, കോളം വെക്റ്റേഴ്സ് ഉണ്ടല്ലോ, ഐഗൺ വെക്റ്റർ, അതിനെ അതിൻ്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സാധനം, അത് എന്താണ് നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ്. അത് എന്താണ്, ഒരു എക്സ് ആണെങ്കിൽ എക്സ് ഇൻവേഴ്സ് എ എക്സ് വേണ്ട, എക്സ് ട്രാൻസ്പോസ് എ എക്സ് ആണ് ഡയഗണലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ ഈ ചോദ്യത്തിൽ ഉപയോഗിക്കുന്നത്, എക്സ് ട്രാൻസ്പോസ് എ എക്സ്. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ഡയഗണലൈസേഷൻ ചോദിച്ചാലും ഒക്കെ നമ്മൾ മസ്റ്റായിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഐഗൺ വാല്യൂ ഐഗൺ വെക്ടറും കണ്ടുപിടിക്കാണ്ട് പരിപാടി നടക്കില്ല. അത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ മാർക്കിൻ്റെ, നമുക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന മാർക്കിൻ്റെ ഒരു 90% നമുക്ക് ഐഗൺ വാല്യൂ ഐഗൺ വെക്ടറിലൂടെ തന്നെ കിട്ടും. ഓക്കെ. സോ എന്താണ്, അപ്പോൾ ആദ്യമേ 3/3 സ്ക്വയർ മെട്രിക്സ് ആണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി വയ്ക്കുക. എന്തോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ? ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് മൈനർ 1 പ്ലസ് മൈനർ 2 പ്ലസ് മൈനർ 3 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗണൽ എലമെൻസിൻ്റെ സമ്മാണ്. 7 3 10 8 18 വരും ട്രേസ് അല്ലേ? ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡയഗണൽ കൂട്ടി 18. സോ ലാംഡ ക്യൂബ് മൈനസ് 18 ലാംഡ സ്ക്വയർ പ്ലസ്
മൈനർ 1 1 എന്ന് പറഞ്ഞാൽ 1 പൊസിഷനിലുള്ള എലമെൻറ്റ് 8 ആണ്. അതുള്ള റോയും കോളവും കളഞ്ഞ് ബാക്കിയുള്ള 4 പേരുടെ ഡിറ്റർമിനൻറ്റ് എന്താണ്? 37 21 -4 ഇൻറ്റു -4 16. ഓക്കെ, എന്ത് വരും? 5 വരും. സോ മൈനർ 1 1 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് മൈനർ 2 2 എന്ന് പറഞ്ഞാൽ 2 പൊസിഷനിലുള്ള എലമെൻറ്റിൻ്റെ മൈനർ. 2 പൊസിഷനിൽ 7 ആണ്, 7ൻ്റെ മൈനർ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 7 ഉള്ള റോയും കോളവും കളയുക, ബാക്കിയുള്ള 4 പേര് 8 ഇൻറ്റു 3 മൈനർ 2 2 എന്ന് പറഞ്ഞാൽ 24 മൈനസ് 2 ഇൻറ്റു 2 എന്ത് വരും? 4. 24 4 കുറച്ച് 20. സോ 20 വരും. പ്ലസ് മൈനർ 3 3 എന്ന് പറഞ്ഞാൽ 3 പൊസിഷനിലുള്ള എലമെൻറ്റിൻ്റെ മൈനർ. 3 പൊസിഷനിലുള്ള എലമെൻറ്റ് 3 ആണ്. ആ 3യുടെ മൈനർ കണ്ടുപിടിക്കണമെങ്കിൽ 3 ഉള്ള റോയും കോളവും കളയുക. ഇനി എന്താണ്? ബാക്കിയുള്ള 4 പേരുടെ ഡിറ്റർമിനൻറ്റ്. 6 48 56 മൈനസ് 6 36 -6 ഇൻറ്റു -6 പ്ലസ് 36. 6 4 കുറച്ച് 0, 5 3 കുറച്ച് 2. ഓക്കെ, അതെന്ത് വന്നു? മൈനർ 3 3 എന്ന് പറയുന്ന 20 വന്നു ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാം. നോക്കണേ. യെസ്, ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചേ. ഈ മെട്രിക്സിനെ നമ്മൾ എ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 37 21 മൈനസ് 16 -6 എന്നുള്ളത് പ്ലസ് 6 വരും. 6 ഇൻറ്റു 6 ഉള്ള റോയും കോളം കളഞ്ഞാൽ -3 18 മൈനസ് ഓഫ് മൈനസ് പ്ലസ് 24 8 പ്ലസ് 2 ഇൻറ്റു 2 ഉള്ള റോയും കളഞ്ഞാൽ 6 4 24 മൈനസ് 7 14 ഈക്വൽ ടു 8 ഇൻറ്റു 21 16 കുറച്ച് 5 പ്ലസ് 6 ഇൻറ്റു -18 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ -10 പ്ലസ് 2 ഇൻറ്റു 24 14 കുറച്ചാൽ 10. ഓക്കെ, അതായത് 8 5 40. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? 8 5 40 മൈനസ് 60 പ്ലസ് 20. 40 20 60 60 മൈനസ് 60 0 വരും. ഓക്കെ, സോ ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 0 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 0. കിട്ടിയല്ലോ. ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ ആൻസർ എന്താണ്? 0 ആണ്. സോ അപ്പോൾ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തുവെന്ന് നോക്കിയേ. ലാംഡ ക്യൂബ് മൈനസ് 18 ലാംഡ സ്ക്വയർ പ്ലസ് 20 20 40 5 45 ലാംഡ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ ഇപ്പം പ്ലസ് ഒരു കോൺസ്റ്റൻറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് കാൽക്കുലേറ്റർ എടുത്ത് സോൾവ് ചെയ്യേണ്ട അവസ്ഥ വന്നേനെ. എന്താണ്? ഈ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനൊക്കെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം കേട്ടോ. ഈ മെട്രിക്സ് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എടുക്കാൻ പറ്റും. ഈ കാണുന്ന 3rd ഡിഗ്രി ഇക്വേഷൻ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യാമെന്ന് തന്നെയാണ് അവർ എക്സാമിന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് നമ്മളെന്താണ് സിന്തറ്റിക് ഡിവിഷൻ പോലെയുള്ള മെത്തേഡുകൾ ട്രയൽ ആൻഡ് എറർ ഉപയോഗിച്ച് ഒരു വാല്യൂ കണ്ടുപിടിച്ചിട്ട് പിന്നീട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന കേസിൽ ഇപ്പം എന്താണ് ഡയഗണലൈസ് ചെയ്യുമ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അതും നിങ്ങൾ കാൽക്കുലേറ്റർ ഇൻവേഴ്സ് ടൈപ്പ് ചെയ്യാണ്ട് അവസാനം ആൻസർ അറിയാമെന്ന് പറഞ്ഞിട്ട് ഐഗൺ വാല്യൂ ഡയഗണലായിട്ട് എഴുതി വെച്ചിട്ട് മാർക്ക് കിട്ടില്ല. ഇൻവേഴ്സിൻ്റെ മാർക്ക് അവിടെ കുറച്ച് കളയും. ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട കേസിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അത് നിങ്ങൾ നേരത്തെ ചെയ്യുന്ന പോലെ 9 എലമെൻസിൻ്റെ കോഫാക്ടർ കണ്ടുപിടിച്ച് കോഫാക്ടർ മെട്രിക്സ് എഴുതി അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് അഡ്ജോയിൻറ്റ് കണ്ടുപിടിച്ച് അതിനെ ഡിറ്റർമിനൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇൻവേഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്ററിൽ മെട്രിക്സ് സേവ് ചെയ്താൽ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കാൻ നമുക്ക് കാൽക്കുലേറ്ററിൽ തന്നെ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കോംപ്ലക്സ് അനാലിസിസും ഇതേപോലെ മെട്രിക്സ് ഇവാലുവേഷനൊക്കെ ഉള്ള കാൽക്കുലേറ്റർ തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണം. അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണം കേട്ടോ. അല്ല എക്സാം ഹോളിലിരുന്ന് ആദ്യമായിട്ടിരുന്ന് കാൽക്കുലേറ്ററിൽ അടിച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതെവിടെയാണെന്ന് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല കേട്ടോ. സോ നോക്കുക, ഇവിടുന്ന് ഒരു ലാംഡ ഇങ്ങോട്ട് ഔട്ട്സൈഡ് എടുത്തോളൂ. ലാംഡ ഔട്ട്സൈഡ് എടുത്താൽ എന്താണ് വരിക? ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ മൈനസ് 18 ലാംഡ പ്ലസ് 45 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഒരു ഐഗൺ വാല്യൂ കിട്ടി, ലാംഡ ഈക്വൽ ടു 0. അടുത്ത കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. ലാംഡ സ്ക്വയർ മൈനസ് 18 ലാംഡ പ്ലസ് 45 ഈക്വൽ ടു 0. രണ്ട് നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ -18, ഗുണിച്ച് കഴിഞ്ഞാൽ 45. -3 -15, -3 -15 കൂട്ടിയാൽ -18 ഗുണിച്ചാൽ 45 ആണ്. സോ ലാംഡ -3 ഇൻറ്റു ലാംഡ -15 ഈക്വൽ ടു 0. അപ്പോൾ അവിടുന്ന് അടുത്ത രണ്ട് ഐഗൺ വാല്യൂസ് കിട്ടും. ലാംഡ ഈക്വൽ ടു 3 കിട്ടും, 15 കിട്ടും. ഓക്കെ, മൊത്തം 3 ഐഗൺ വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ലാംഡ ഇസ് ഈക്വൽ ടു 0, 3, 15. ഓക്കെ,
ഇനി ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈസ് ഈക്വൽ ടു 0 ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈസ് ഈക്വൽ ടു 0. എന്താ ഐഗൺ വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം AX ഈക്വൽ ടു ലാംഡ എക്സ് സാറ്റിസ്ഫൈ ആവുന്ന എക്സ് എന്ന കോളം വെക്റ്ററിനെയാണ് നമ്മൾ ഐഗൺ വെക്റ്റർ എന്നുള്ള പേരിട്ട് വിളിക്കുക. കോളം മെട്രിക്സിനെ, അതായത് A മൈനസ് ലാംഡ I ഇൻറ്റു എക്സ് 0 കിട്ടണം. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴി ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഡയഗണൽ എലമെൻസിൽ നിന്ന് ലാംഡയും കുറച്ചാൽ മതി, ശരിയല്ലേ? സോ അപ്പോൾ നമ്മുടെ ഡയഗണൽ എലമെൻസിൽ നിന്ന് ലാംഡ കുറയ്ക്കുക. ആദ്യം ലാംഡ 0 ആണ്. ഡയഗണലിൽ നിന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ സെയിം തന്നെയാണ് കിട്ടുക, അല്ലേ? 8, 7, 3 തന്നെ. ബാക്കിയെല്ലാം എല്ലാ എലമെൻസും സെയിം തന്നെയാണ്, ശരിയല്ലേ? -6, 2, -6, -6, 2, 2, -4, -4. ഓക്കെ, സോ 0 ആയതുകൊണ്ട് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. A മൈനസ് ലാംഡയിൽ ലാംഡ 0 ആണെങ്കിൽ A തന്നെയല്ലടോ കിട്ടുക. ഇൻറ്റു എക്സ് എന്നുള്ള മെട്രിക്സ് നമുക്ക് എങ്ങനെ എടുക്കാം? x1, x2, x3 ഒരു കോളം മെട്രിക്സ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 0, 0, 0. ഇതിലേതെങ്കിലും എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വഴി 2 ഇക്വേഷൻ ഫോം ചെയ്യാം. അതിൽ ചെയ്യാൻ എളുപ്പമുള്ള 2 എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. എനിവേ ആദ്യത്തെ 2 ഇക്വേഷൻ തന്നെ ആയിക്കോട്ടെ. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, പിന്നെ സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം, ഓർഡറിൽ പോട്ടെ. ഏത് 2 ഇക്വേഷൻ എടുത്താലും നിങ്ങൾക്ക് ആൻസർ മാറ്റം ഉണ്ടാവില്ല, ഫൈനൽ ആൻസർ സെയിം ആയിരിക്കും. 8x1 - 6x2 + 2x3 = 0. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, ഫസ്റ്റ് എലമെൻറ്റ്. അടുത്ത സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, ഒറ്റ കോളല്ലേ ഉള്ളൂ. സെക്കൻഡ് റോ കൊണ്ട് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് അടുത്ത എലമെൻറ്റ്. -6x1 + 7x2. ഈ -6ഉം 7ഒക്കെ കുറച്ച് വലിയ നമ്പേഴ്സ് അല്ലേ? അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മൂന്നാമത്തെ ഏത് 2 ഇക്വേഷൻ ഏത് 2 റോ എടുത്താലും കിട്ടും. ഓക്കെ, ആൻസർ മാറ്റം ഉണ്ടാവില്ല. ഞാനിപ്പം -6നേക്കാളും 7നേക്കാളൊക്കെ ചെറിയ നമ്പറാണ് 2ഉം 4ഉം ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്നാമത്തെ എടുക്കുകയാണ് കേട്ടോ. മൂന്നാമത്തെ എടുക്കുകയാണ്. 2x1 - 4x2 + 3x3 = 0. ഞാൻ ഇതും ഈ റോയും ആണ് എടുത്തത് കേട്ടോ. ഏതെങ്കിലും 2 എടുത്താൽ മതി. കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേത് ചൂസ് ചെയ്തേ ഉള്ളൂ. ഇനി ചെയ്യേണ്ട പരിപാടി എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. എന്തുവരും? x1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് -x2 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് = x3 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ്. ഞാൻ ഡിറ്റർമിനകത്ത് എഴുതാനുള്ള ഈ മൈനസ് ഇവിടെ ഫിക്സഡ് ആണ് കേട്ടോ, x2ൻ്റെ കൂടെ ഉള്ള. ഇനി x1 എന്ന് പറയുമ്പോൾ x1 ഉള്ളവരെ ഒഴിവാക്കുക, ബാക്കിയുള്ളവരെ കോയിഫിഷ്യൻ്റ് എഴുതുക. x1 ഉള്ളവർ പോയി കഴിഞ്ഞാൽ -6, 2, -4, 3. ഓക്കെ, ക്ലിയർ ആണല്ലോ? x1 ഉള്ളവർ പോയി കഴിഞ്ഞാൽ എങ്ങനെയല്ലോ വരിക? യെസ്. ഇനി എന്താണ്? x2 ഉള്ളവരെ ഒഴിവാക്കുക. x2ൻ്റെ അവിടെ x2 ഉള്ളവരെ ഒഴിവാക്കുക. ബാക്കിയുള്ള 4 പേര്, ഇവന്മാർ 4 പേര് വരും, ശരിയല്ലേ? x2 ഉള്ളവർ പോയി കഴിഞ്ഞാൽ 8, 2, 2, 3. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 3യും കൂടെ അങ്ങോട്ട് പോയിട്ടോ. 3x3 ആണ്. ഓക്കെ, x3 ഉള്ളവരെ ഒഴിവാക്കിയാൽ ബാക്കി 8, 6, 8 - 6, 2, -4. ഇനി ഈ ഡിറ്റർമിനൻ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തെടുക്കുന്നു. എന്താ വരിക നോക്കിക്കേ. സോ x1 ഡിവൈഡഡ് ബൈ -3, 18 -8 അല്ലേ, = -x2 ഡിവൈഡഡ് ബൈ 3, 8, 24 മൈനസ് ഈ 2, 4 = x3 ഡിവൈഡഡ് ബൈ -32 -12. ഓക്കെ, സോ x1 ഡിവൈഡഡ് ബൈ -18 + 8 വരും, -x2 ഡിവൈഡഡ് ബൈ 20 വരും, -x3 ഡിവൈഡഡ് ബൈ -32 + 12 വരും.
ഓക്കെ. സോ x1 ഡിവൈഡഡ് ബൈ -18 + 8 എന്ന് പറഞ്ഞാൽ അത് -10 -x2 ഡിവൈഡഡ് ബൈ, അപ്പോൾ മൈനസ് ഞാൻ താഴോട്ട് കൊടുക്കുകയാണേ, മൈനസ് മുകളിൽ ഇടുന്നില്ല, 20യുടെ കൂടെ അങ്ങ് കൊടുക്കുകയാണ്, -20. ഇവിടെ -x3 ഡിവൈഡഡ് ബൈ -20 എന്ന് വരും. ശരിയാണല്ലോ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കട്ട് ചെയ്യാം? x3 ഡിവൈഡഡ് ബൈ -32 മൈനസ് 12 -12 -32 + 12 വരും. -32 x3യുടെ കൂടെ മൈനസ് ഇല്ല കേട്ടോ, പറഞ്ഞ പോലെ. x2ൻ്റെ കൂടെ അല്ലേ മൈനസ് ഉള്ളൂ, മൈനസ് ഇല്ല കേട്ടോ, x3യുടെ കൂടെ മൈനസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ശരിയാണല്ലോ. സോ ഇവിടെ നമുക്ക് എന്ത് കട്ട് ചെയ്യാം? എല്ലായിടത്തും കോമൺ ആയിട്ട് 0 കട്ട് ചെയ്യാം, എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള മൈനസും കട്ട് ചെയ്യാം. സോ x1/1 = x2/2 = x3/2. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്തായി? ആദ്യത്തെ ഐഗൺ വെക്ടറായി, അതിനെ x1 എന്ന് വിളിക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 1 2 2. ഓക്കെ, അപ്പോൾ അതായത് ലാംഡ = 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കിട്ടി. ഇനി അതേപോലെ ഇനി അടുത്ത് എന്ത് ചെയ്യണം? ലാംഡ = 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് അടുത്ത ജോലി. ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ = 3. ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ = 3. ലാംഡ = 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുക. അതായത് ആ ഡയഗണൽ എലമെൻസിൽ നമ്മൾ എന്ത് കുറയ്ക്കണം? 3 കുറയ്ക്കണം. ഓക്കെ, ഡയഗണൽ എലമെൻസിൽ 3 കുറയ്ക്കുക. ഇതാണ് നമ്മുടെ എ മെട്രിക്സ്. ഇപ്പുറത്തുണ്ട്. 18 3 കുറച്ചാൽ എന്ത് വരും? 5 വരും. 7 3 കുറച്ചാൽ 4 വരും. ഓക്കെ, അടുത്തത് 3 3 കുറച്ചാൽ എന്ത് വരും? 0 വരും. ബാക്കിയുള്ള എലമെൻറ്റ്സ് സെയിം ആണ്. -6 -6 2 2 -4 -4 -6 -6 2 2 -4 -4. ഓക്കെ, ഡയഗണലിൽ നിന്ന് നമ്മൾ ലാംഡ കുറച്ചാൽ മതി. ബാക്കിയുള്ള എലമെൻറ്റ്സിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. ഇൻറ്റു എന്താണ്? x1 x2 x3 = എന്താണ്? 0 0 0. ഓക്കെ, ഫസ്റ്റ് ഏതെങ്കിലും രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ഫസ്റ്റിലത്തെയും മൂന്നാമത്തെയും എടുക്കാം. അതാണ് ഇച്ചിരി നല്ലതെന്ന് തോന്നുന്നല്ലേ, കമ്പാരിറ്റീവ്ലി ചെറിയ സംഖ്യകളാണ്. ഇതും എടുക്കാം. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം 5x1 - 6x2 + 2x3 = 0. മൂന്നാമത്തെ എടുത്ത് ഏത് രണ്ടെണ്ണം എടുത്താലും ആൻസർ സെയിം ആയിരിക്കും കേട്ടോ. 2x1 - 4x2 + 0x3 = 0. ഓക്കെ, സോ x1 ഡിവൈഡഡ് ബൈ ഒരു ഡിറ്റർമിൻ്റ് വരും, -x2 ഡിവൈഡഡ് ബൈ ഒരു ഡിറ്റർമിൻ്റ് വരും, x3 ഡിവൈഡഡ് ബൈ ഒരു ഡിറ്റർമിൻ്റ് വരും. ഓക്കെ, x1 ബൈ എന്നുള്ളപ്പോൾ ബാക്കിയുള്ളൊരു -6 2 -4 0. x2ൻ്റെ താഴെ വരുമ്പോൾ 5 2 x2 ഉള്ളവരെ ഒഴിവാക്കിയാൽ ബാക്കി 2 0. x3 ഉള്ളവരെ ഒഴിവാക്കിയാൽ 5 -6 2 -4. ഓക്കെ, സോ x1 ഡിവൈഡഡ് ബൈ എന്ത് വരുന്നത്? 0 -8. അപ്പോൾ ആൻസർ +8 വരും. -x2 ബൈ 0 -4 ആൻസർ -4 വരും. x3 ഡിവൈഡഡ് ബൈ -20 + 12 -20 + 12 -8 അല്ലേ? -i4 20 -of -12 -20 + 12. ഓക്കെ, അത് -8 വരും. ക്ലിയർ ആണല്ലോ. ഇവിടെ നമുക്കൊരു മൈനസും കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്യാം. 1 4 4 24 8 24 8. ഓക്കെ, അതായത് x1/2 = x2/1 = x3/-2. ക്ലിയർ ആണേ? സോ അപ്പോൾ ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ = 3 എന്ത് വരും? x2 എന്ന് പറഞ്ഞ ഐഗൺ വെക്റ്റർ എന്താണ്? x1ൻ്റെ താഴെ 2, x2ൻ്റെ താഴെ 1,
x3യുടെ താഴെ -2. അപ്പോൾ എന്താടാ x2 ആയി. ഇനി ഇതേപോലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ ഇസ് ഈക്വൽ ടു അടുത്ത ഐഗൺ വാല്യൂ എന്താണ്? 15. ഓക്കെ, ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ ഇസ് ഈക്വൽ ടു 15. അപ്പോൾ എന്ത് ചെയ്യുക? ഡയഗണൽ എലമെൻസിൽ നിന്ന് നമ്മൾ 15 കുറയ്ക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് കുറച്ച് പറയണേ. എയുടെ ഡയഗണൽ എലമെൻറ്റ് 8, 7, 3 ആണ്. അതിൽ നിന്ന് 15 കുറച്ചാൽ 8ൽ നിന്ന് 15 കുറച്ചാൽ എന്ത് വരും? -7. ഓക്കെ, അടുത്ത 7ൽ നിന്ന് 15 കുറച്ചാൽ എന്ത് വരും? -8. ശരിയാണല്ലോ. അടുത്ത 3ൽ നിന്ന് 15 കുറച്ചാൽ എന്ത് വരും? -12. ക്ലിയർ ആണല്ലോ. ബാക്കിയുള്ള എലമെൻസിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. -6, 2, -4 ആണ് അല്ലേ? -6, -6, 2, 2, -4, -4 ഇൻറ്റു x1, x2, x3 ഈക്വൽ ടു എന്താണ്? 0, 0, 0. ഓക്കെ, ഫസ്റ്റ് റോ കൊണ്ട് ഏതൊക്കെ 2 റോ എടുക്കടാ? എല്ലാം ഒരുപോലെയൊക്കെ ഉള്ളു. എന്തായാലും നമുക്ക് മൂന്നാമത്തെ എന്തായാലും എടുക്കാം. എന്തായാലും ചെറിയ സംഖ്യകളുണ്ട് അവിടെ. പിന്നെ നമുക്ക് 2, 3 ആയിക്കോട്ടെ അല്ലേ? 2, 3 ആയിക്കോട്ടെ. -6x1 ഏത് 2 എണ്ണം എടുത്താലും ആൻസർ സെയിം ആയിരിക്കും കേട്ടോ. -6x1, -8x2, -4x3 ഈക്വൽ ടു 0. അടുത്ത 2x1, -4x2, -12x3 ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമ്മൾ എന്തോ ചെയ്യുന്നത്? x1 ഡിവൈഡഡ് ബൈ ഒരു ഡിറ്റർമിൻ്റ് എടുക്കണം, -x2 ഡിവൈഡഡ് ബൈ ഒരു ഡിറ്റർമിൻ്റ് എടുക്കണം, x3 ഡിവൈഡഡ് ബൈ നമ്മളൊരു ഡിറ്റർമിൻ്റ് എടുക്കണം. ഓക്കെ, x1 ബൈ എന്ന് പറയുമ്പോൾ x1 ഉള്ളവർ പോവും. -8, -4, -4, -12 എന്ന് വരും. x2 ഉള്ളവർ പോയാൽ -6, -4, 2, -12. x3 ഉള്ളവർ പോയി കഴിഞ്ഞാൽ -6, -8, 2, -4. ഓക്കെ, സോ എന്താണ് വരിക? x1 ഡിവൈഡഡ് ബൈ ഇത് ഇവാലുവേറ്റ് ചെയ്തെടുക്കുക. -8 ഇൻറ്റു -12 ഈരട്ട് 16 6 1 96 വരും അല്ലേ? ശരിയല്ലേടോ? 12 × 8 96 -16 -4 ഇൻറ്റു -4 16 വരും. -x2 ഡിവൈഡഡ് ബൈ അടുത്ത -6 ഇൻറ്റു -12 ഈരാറ് 12ന് 2 6 1 72 വരും. മൈനസ് ഓഫ് മൈനസ് പ്ലസ് 24 വരും. ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ 6 4 24 മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും. 16 വരും. ഓക്കെ, സോ അപ്പോൾ എന്ത് വരുന്നത്? x1 ഡിവൈഡഡ് ബൈ 80 ഇസ് ഈക്വൽ ടു -x2 ഡിവൈഡഡ് ബൈ 80. ഓക്കെ ആണല്ലോ? ഇസ് ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ എത്രയാണോ വരുന്നത്? 40. ഓക്കെ, നമുക്കിവിടെ 0 0 കട്ട് ചെയ്യാം. 4ഉം 8 8ഉം കട്ട് ചെയ്താൽ 2 2 1 വരും. ഓക്കെ, സോ x1 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു x2 ഡിവൈഡഡ് ബൈ മൈനസ് താഴെ കൊടുക്കാം -2 x3 ഡിവൈഡഡ് ബൈ 1. സോ ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു 15. 15ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ നമുക്ക് x3 ആയിട്ട് എടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 2 -2 1. ഓക്കെ, ഇനി ഈ 3 ഐഗൺ വെക്റ്റേഴ്സും കൂടെ വെച്ചിട്ട് നമ്മൾ എന്തെഴുതുന്നു? x1ഉം x2ഉം x3യും വെച്ചുകൊണ്ട് മോഡൽ മെട്രിക്സ് x എഴുതുന്നു. x ഇസ് ഈക്വൽ ടു x1 നമുക്ക് എന്തോ കിട്ടിയേ? x1 കിട്ടിയത് 1 2 2. ഓക്കെ, 1 2 2. x2 നമുക്ക് കിട്ടിയ എന്താണ് നോക്കിക്കേ? x2 കിട്ടിയത് 2 1 -2.
2 1 മൈനസ് 2 x3 കിട്ടിയത് 2 മൈനസ് 2 1 അല്ലേ 2 മൈനസ് 2 1. ഇതാണ് എന്തെന്ന് പറയുന്നത് മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഇത് ഓരോന്നിൻ്റെയും എന്താണ് നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് എഴുതണം. നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? x1ൻ്റെ നോം കണ്ടുപിടിക്കണം. x1ൻ്റെ നോം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. x1ലുള്ള ആൾക്കാരുടെ എന്താണ് അവരുടെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്താൽ മതി. x1ലുള്ള ആൾക്കാർ 1 2 2 ആണ്. അതിൻ്റെ എന്താണ് സ്ക്വയർ എടുത്ത് ആഡ് ചെയ്യുക. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 4 4 8 1 9. ആൻസർ എന്ത് വരും? 3 വരും. അതേപോലെ x2ൻ്റെ നോം കണ്ടുപിടിക്കണം. x2നകത്തുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്താൽ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്യുക. x2നകത്ത് 2 1 മൈനസ് 2 ആണ്. അത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ. അതും എന്താണ് കിട്ടുക? അതും നമുക്ക് റൂട്ട് 9 ആണ് കിട്ടുക. ദാറ്റ്സ് ഓൾസോ 3. അതേപോലെ x3യുടെ നോം എടുത്താലും നമുക്ക് എന്താണ് കിട്ടുക നോക്കണേ. റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 1 അല്ലേ. 2 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു അത് നമുക്ക് 3 ആണ് കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഓരോ അതായത് എക്സ് ബൈ എക്സ് വൺ എക്സ് ബൈ എക്സ് ശരിക്കും ആ നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത് നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബൈ നോം ഓഫ് എക്സ് വൺ x2 ബൈ നോം ഓഫ് x2 x3 ബൈ നോം ഓഫ് x3. ഇതാണ് നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ്. സോ അതായത് x1 x2 x3 ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ 3 കേസിലും നോം 3 ആണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇവിടെ നമ്മൾ നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് എഴുതുമ്പോൾ അതായത് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത് q കൊണ്ടാണ്. q ഇസ് ഈക്വൽ ടു x1നെ എന്ത് ചെയ്യണം? 3 കൊണ്ട് എഴുതണം. അതായത് 1/3 2/3 2/3. x2നുള്ള എന്താണ് x2 എന്ന് പറയുന്നത് ഇതാണ്. അതിനെ അതിൻ്റെ നോം കൊണ്ട് ഹരിക്കണം. നോം 3 ആണ്. 2/3 2/3 2/3 1/3 മൈനസ് 2/3. അതേപോലെ 2/3 മൈനസ് 2/3 1/3. x3നെ അതിൻ്റെ നോം കൊണ്ട് ഹരിക്കുമ്പോൾ ശരിയല്ല. അതാണ് നമ്മുടെ നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് q എന്ന് പറയുന്നത്. ഇപ്പോൾ q വരുന്നത് എന്താന്ന് നോക്കിക്കേ. 1/3 2/3 2/3 അതേപോലെ 2/3 1/3 മൈനസ് 2/3 അതേപോലെ എന്ത് കിട്ടും? 2/3 മൈനസ് 2/3 1/3 2/3 മൈനസ് 2/3 1/3. ക്ലിയർ ആണല്ലോ. ഇതാണ് നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് q. സോ ഇനി നമ്മുടെ ഡയഗണലൈസ്ഡ് മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് q ട്രാൻസ്പോസ് q ട്രാൻസ്പോസ് AQ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യം അല്ലേ. q ട്രാൻസ്പോസ് AQ. ദിസ് ഈസ് ദ ഡയഗണൽ മെട്രിക്സ്. സോ ഇനി ഈ ക്യൂവിൻ്റെ ട്രാൻസ്പോസ് എടുത്തെഴുതുക. q ട്രാൻസ്പോസ്. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എക്സാമിന്. ഇത്രയും തന്നെ ചെയ്യാൻ കുറേ സമയം എടുക്കും. ഫൈനൽ ആൻസർ നമുക്കറിയാം. കാരണം നമ്മൾ ചെയ്ത ഓർഡറിൽ λ1 λ2 λ3 ആ ഐഗൺ വാല്യൂസ് ഡയഗണലായിട്ട് വരും. ക്യൂവിൻ്റെ ട്രാൻസ്പോസ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കുക. 1/3 2/3 2/3 സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കുക. 2/3 1/3 മൈനസ് 2/3 തേർഡ് റോ തേർഡ് കോളം ആക്കുക. 2/3 മൈനസ് 2/3 1/3. അപ്പോൾ എന്തായി? q ട്രാൻസ്പോസ് ആയി ഇൻറ്റു a ഇൻറ്റു q. നോക്കണേ. എ മെട്രിക്സ് നമ്മുടെ ചോദ്യം എവിടെ? 8 മൈനസ് 6 2 8 മൈനസ് 6 2 മൈനസ് 6 7 മൈനസ് 4 അല്ലേ. മൈനസ് 6 7 മൈനസ് 4 പിന്നെന്താ 2 മൈനസ് 4 3 2 മൈനസ് 4 3. ഇപ്പോൾ q ട്രാൻസ്പോസ് ആയി a ആയി. ഇനി ഇതിനെ q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. q നമ്മുടെ കയ്യിലുണ്ട് 1/3 2/3 2/3 2/3 1/3 മൈനസ് 2/3 2/3 മൈനസ് 2/3 1/3. ഓക്കെ.
യെസ്. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എഴുതാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ചെയ്ത ഓർഡർ എന്താണ്? ആദ്യം നമ്മൾ 0യുടെ ചെയ്തു, 3യുടെ ചെയ്തു, 15ൻ്റെ ചെയ്തു. ആ 0, 3, 15 ഡയഗണലായിട്ട് വരും. 0, 3, 15 ബാക്കിയുള്ള എല്ലാ എലമെൻറ്റും എന്താണ്? 0 ആയിരിക്കും. സോ ദിസ് ഈസ് ദ ഡയഗണൽ മെട്രിക്സ്. ഞാൻ ഇരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണിട്ട് നിൽക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ മക്കളെ? യെസ്. ഇങ്ങനെയാണ് നമ്മുടെ ഡയഗണൽ കിട്ടുക. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് ഡയഗണൽ കിട്ടുന്നുണ്ടാവുക. ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കി പഠിച്ചു വെക്കണം. ഇതാണ് ഡയഗണലൈസ്ഡ് മെട്രിക്സ്. ഓക്കെ, സോ ഇത് ഓർത്തോഗണൽ ആയതുകൊണ്ടാണ്, അതായത് നമുക്ക് സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ടാണ്. സിമെട്രിക് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പി ഇൻവേഴ്സ് എ പി എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുക. അവിടെ ഈ നോം കൊണ്ട് ഹരിക്കുന്ന പരിപാടിയില്ല. ജസ്റ്റ് നമ്മൾ ഇതേ ചോദ്യം തന്നെ എന്താണ് ഇതേപോലെ ഇങ്ങനെ അല്ലാന്ന് വെച്ചോളൂ. ഇതേപോലെ നമ്മൾ എക്സ് എഴുതും, എന്നിട്ട് ഡയറക്റ്റ്ലി എക്സ് ഇൻവേഴ്സ് എ എക്സ് നമ്മൾ ഉപയോഗിക്കത്തേ ഉള്ളൂ. അതിൽ നിന്ന് ക്യൂ എഴുതാൻ പോകത്തില്ല. എന്ത് മെട്രിക്സ് അല്ലെങ്കിൽ, സിമെട്രിക് മെട്രിക്സ് അല്ലെങ്കിൽ, സാധാരണ ഒരു മെട്രിക്സ് ആണെങ്കിൽ. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ആ ചോദ്യമായല്ലോ. അതിൻ്റെ ആൻസർ ഇത് തന്നെ, ഡയഗണലായിട്ട് ഐഗൺ വാല്യൂസ് വരും. ഓക്കെ, പിന്നെ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കാം, ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാനും ചോദിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് എയുടെ കേസിൽ 2/2 മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ ഐഗൺ വെക്ടറും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. നോക്കിയോളൂ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ ആൻഡ് മ്യൂ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. 3 ഇക്വേഷൻസ് ഉണ്ട്. ഇത് നോ സൊല്യൂഷൻ, യുണീക്ക് സൊല്യൂഷൻ, മോർ ദാൻ 1 സൊല്യൂഷൻ. ഇത് എന്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെയും കോയിഫിഷ്യൻറ്റ് മെട്രിക്സിൻ്റെ റാങ്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ കൺസിസ്റ്റൻസി പറയുക. അപ്പോൾ അതിനുവേണ്ടി ഇതിനെ റോ റെഡ്യൂസ്ഡ് എക്ലൻ ഫോമിലേക്ക് മാറ്റണം. എന്തിനെ? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആയിട്ടുള്ള എ സ്റ്റാറിനെ. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതിക്കേ. 2, 3, 5, 9, 7, കോയിഫിഷ്യൻറ്റും കോൺസ്റ്റൻറ്റും കൂടെ ഒരുമിച്ചാക്കുക. 7, 3, -2, 8, 2, 3, ലാംഡ, മ്യൂ. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം ഈ 2ൻ്റെ താഴെ നമ്മൾ എന്താക്കണം? 0 ആക്കണം അല്ലേ? 2ൻ്റെ താഴെ 0 ആക്കണമെങ്കിൽ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? R2 ഗീസ് 2 R3 മൈനസ് 2 R2 മൈനസ് 7 R1 ചെയ്താൽ മതി അല്ലേ? ഇനി R3 0 ആക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി R3 ഗീസ് R3 മൈനസ് R2 ചെയ്താലും മതി. ഓക്കെ, 2 - 2 0 ആക്കാമല്ലോ. സോ ദിസ് ഈസ് ഇക്വലൻ ടു ഫസ്റ്റ് റോ 2, 3, 5, 9 ആണ്. സെക്കൻഡ് റോ മാറാൻ പോകണം അല്ലേ? 2 × 7 മൈനസ് 7 × 2. ആൻസർ എന്ത് വരും? 0. അതേപോലെ 2 × R2 3 മൈനസ് 7 × R1 3. സോ 23 6 മൈനസ് 3 21 മൈനസ് 15. ഓക്കെ, അടുത്തത് 2 × R2 എന്ന് പറഞ്ഞാൽ -2 മൈനസ് 7 × 5 7 5 35 മൈനസ് 39 മൈനസ് 35 മൈനസ് 4 മൈനസ് 39. അടുത്ത ചെയ്യുമ്പോഴത്തേക്കിനും എന്താണ്? 2 × R2 8 മൈനസ് 7 × R1 9. ഒരട്ടെട്ട് ഇരട്ട് 16 മൈനസ് 9 7 63. 3 ൽ നിന്ന് 6 പോയില്ല, 13 ൽ നിന്ന് 3, ഒരു 3 കൂടെ പോയാൽ 7 വരും. 5 5 ൽ നിന്ന് 1 കുറച്ച് 4 മൈനസ് 47. ഓക്കെ, ഇനി അടുത്തത് R3 ഗീസ് R3 മൈനസ് R2 എന്ന് പറഞ്ഞാൽ R3 നിന്ന് നേരെ അങ്ങ് R2 കുറച്ചാൽ മതി. 2 - 2 0, 3 - 3 0, ലാംഡ -5, മ്യൂ -9. ഓക്കെ, സോ അപ്പർ ട്രയാങ്കുലർ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി എന്താണ്? ഇപ്പോൾ ഡയഗണലിൻ്റെ താഴെ എല്ലാം 0 ആണ്. ഇനി ഓരോ കണ്ടീഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. നോ സൊല്യൂഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്കും എ മെട്രിക്സിൻ്റെ റാങ്കും സെയിം ആവരുത്. റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ സ്റ്റാർ. ഇതാണ് എന്തിൻ്റെ കണ്ടീഷൻ? നോ സൊല്യൂഷൻ്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ റാങ്ക് മാറണം എന്നുണ്ടെങ്കിൽ ഇപ്പം റാങ്ക് 3 കിട്ടും ഈ കാണുന്ന സാധനം നോട്ട് ഈക്വൽ ടു 0 ആയാൽ.
എ മെട്രിക്സിൻ്റെ റാങ്ക് 2 നോൺ സീറോ റോ വെച്ച് 2 കിട്ടും ഈ കാണുന്ന സാധനം ഈക്വൽ ടു 0 ആയാൽ. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ. ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്ക് നോട്ട് ഈക്വൽ ടു 0 ആവണം. എ മെട്രിക്സിൻ്റെ റാങ്ക് ഈക്വൽ ടു 2 ആവണം. മറ്റേത് റാങ്ക് അല്ല, ആദ്യത്തെ റാങ്ക് 3 കിട്ടണമെങ്കിൽ μ-9. അപ്പോൾ ഇവിടെ നമുക്ക് ഓഗ്മെൻറ്റഡിൻ്റെ റാങ്ക് 3 കിട്ടും. മറ്റേതും കൂടെ 3 ആയി പോവും. പക്ഷെ അങ്ങനെ വരരുത്. λ-5 എന്താണ് നോട്ട് ഈക്വൽ ടു 0 ആയാൽ, അത് 0 ആയിക്കഴിഞ്ഞാൽ എ മെട്രിക്സിൻ്റെ റാങ്ക്, അതായത് ഇത്രയും റാങ്ക് എന്തായി, നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് റാങ്ക് എന്ന് പറയുന്നത്, അതിൻ്റെ റാങ്ക് 2 ആയി. അപ്പോൾ അതെന്തായിട്ട് വന്നു? ഈക്വൽ അല്ലാണ്ട് വന്നു. അപ്പോൾ ഈക്വൽ അല്ലാണ്ട് പറയാനുള്ള കണ്ടീഷൻ എന്താണ്? μ-9 നോട്ട് ഈക്വൽ ടു 0 ആവണം, λ-5 ഈക്വൽ ടു 0 ആവണം. ശരിയല്ലേ? λ-5 ഈക്വൽ ടു 0 ആണ്. അവിടുന്ന് μ നോട്ട് ഈക്വൽ ടു 9 കിട്ടും, λ ഈക്വൽ ടു 5 കിട്ടും. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ. ഇനി ബി പാർട്ടിൽ എന്തോ പറയുന്നത്? യുണീക്ക് സൊല്യൂഷൻ. യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ രണ്ടിൻ്റെ റാങ്ക് എന്താവണം? സെയിം ആവണം. റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സും റാങ്ക് ഓഫ് എയും സെയിം ആവണം. ഓക്കെ. സോ എങ്ങനെ സെയിം ആക്കാം നമുക്ക്? ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 അൺനോൺസ് ഉണ്ട്, എക്സ് വൈ സെഡ്. ഇത് 3 കിട്ടണം എന്നുണ്ടെങ്കിൽ, റാങ്ക് 3 കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ്? μ-5 നോട്ട് ഈക്വൽ ടു 0 ആവണം അല്ലേ? μ-5 നോട്ട് ഈക്വൽ ടു 0 ആവണം. അപ്പോഴേ തേർഡ് റോ എന്ന് പറയുന്നത് ഒരു നോൺ സീറോ റോ ആയി. അപ്പോഴേ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെയും എ മെട്രിക്സിൻ്റെയും റാങ്ക് സെയിം ആയി. ഇനി ഈ മ്യൂവിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നാലും പ്രശ്നമില്ല. കാരണം ഇവിടെ ഒരു നോൺ സീറോ ഉണ്ടല്ലോ, തേർഡ് റോൻ്റെ നോൺ സീറോ എലമെൻറ്റ് നോക്കുമ്പോൾ ഓൾറെഡി ഒരെണ്ണം ആയി കഴിഞ്ഞു. അപ്പോൾ അതൊരു നോൺ സീറോ റോ ആയി കഴിഞ്ഞു. ഇനി മ്യൂവിൻ്റെ അവിടെ എന്ത് വന്നാലും നമുക്ക് പ്രശ്നമില്ല. ശരിയല്ലേ? അതായത് ആ λ-5 എന്താവരുത്? 0 ആവരുത്. മ്യൂ ക്യാൻ ടേക്ക് എനി വാല്യൂ. മ്യൂവിൻ്റെ അവിടെ എന്തും വരാം. മ്യൂ ക്യാൻ ടേക്ക് എനി വാല്യൂ. കാരണം മ്യൂവിൻ്റെ അവിടെ എന്ത് വന്നാലും ഓൾറെഡി അതൊരു നോൺ സീറോ റോ ആയി കഴിഞ്ഞു. കാരണം λ-5 നോട്ട് ഈക്വൽ ടു 0 അല്ലേ? അതായത് λ നോട്ട് ഈക്വൽ ടു 5 ആണ് അവിടുത്തെ മെയിൻ കണ്ടീഷൻ. മ്യൂവിന് പകരം നമുക്ക് എന്തോ കൊടുക്കാം? ഏത് വാല്യൂ വേണേലും കൊടുക്കാം. ഇനി സി പാർട്ടിൽ എന്താണ്? മോർ ദാൻ വൺ സൊല്യൂഷൻ. മോർ ദാൻ വൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ്റെ കണ്ടീഷൻ എന്താ? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ സ്റ്റാർ ആവണം. ആൻഡ് ദാറ്റ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് 3 ആവണം. അപ്പോൾ റാങ്ക് ഓഫ് 3യേക്കാൾ ചെറുത് 2 ആണ്. അപ്പോൾ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ സ്റ്റാറും 2 ആവണം. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ സ്റ്റാറും 2 ആവണമെന്നുണ്ടെങ്കിൽ ഇവന്മാർ രണ്ടുപേരും എന്താവണം? 0 ആവണം. ശരിയല്ലേ? ഈ λ-5 0 ആവണം, μ-9 0 ആവണം. ഇത് 0 ആയി കഴിഞ്ഞാൽ അപ്പോൾ തേർഡ് റോ കംപ്ലീറ്റ് ഒരു 0 റോ ആയിപ്പോയി. അപ്പം ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്ക് 2 നോൺ സീറോ റോസ് 2 വരും. എ മെട്രിക്സിൻ്റെ റാങ്കും 2 നോൺ സീറോ റോസ് 2 വരും. ഓക്കെ. അപ്പം മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? λ-5 0 ആവണം, അതായത് λ5 കിട്ടും. μ-9 0 ആവണം, അതായത് μ ഈക്വൽ ടു 9 കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് ലാംഡയുടെ മ്യൂവിൻ്റെയും കണ്ടീഷൻസ് ഈ ഓരോ കേസിലും വരിക. ഇത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. സോ അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ആദ്യമേ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.